വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സാർ, ഇവിടെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സാർ. ചികിത്സാ പിഴവ് ഉണ്ടാവുന്നത് ഏത് കാലത്തും ചിലപ്പോൾ ചികിത്സാ പിഴവ് ഉണ്ടാകും. പക്ഷെ അതിനെക്കുറിച്ച് പരാതി കിട്ടിയാൽ വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് നടപടിയെടുക്കുക, അതാണ് ഗവൺമെൻറ് ചുമതല. അല്ലാതെ സിസ്റ്റം മുഴുവൻ തകരാറാണ്, എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നതല്ലല്ലോ സാർ ശരി. അങ്ങനെ സിസ്റ്റം തകരാറാണെങ്കിൽ മന്ത്രിയുടെ ആവശ്യമുണ്ടോ? അങ്ങനെ സിസ്റ്റം തകരാറാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഈ പരാതി കിട്ടിയ എല്ലാ പരാതികളും അന്വേഷിച്ച് ഒന്നിനും ന്യായീകരിക്കില്ല. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ, ഇനി വെള്ളപൂശുന്ന റിപ്പോർട്ടാണെങ്കിൽ അംഗീകരിക്കില്ല സാർ. പത്തനംതിട്ടയിൽ സംഭവം ഉണ്ടായി, ശ്രീ അബിൻ വർക്കി സൂചിപ്പിച്ചാണ്. ഒരു രോഗി, ആ രോഗിയുടെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഏകദേശം 1 വർഷം മുമ്പ്, ഞാനല്ല മന്ത്രി, അന്നത്തെ ആ കോഴഞ്ചേരി പ്രദേശം ഉൾക്കൊള്ളുന്ന MLA മന്ത്രിയായിരുന്നപ്പോൾ ഒരു സർജറി നടത്തി. ആ സർജറി ഒരു വിഷബാധയിട്ട് അതിന് കുത്തിവയ്പ്പ് നടത്തി. കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഭാഗത്ത് വേദനയുണ്ടായി. വേദന സഹിക്കുക, നീര് വന്നു. രണ്ടാമതും പരിശോധിച്ചപ്പോൾ ഒരു സൂചി ഭദ്രമായിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്.